This call is now being recorded. ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാനുള്ളത്, നമ്മളിന്ന് നോക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് മോഷൻ ഓഫ് ലിഫ്റ്റ് ആണ് നോക്കുന്നത്. ലിഫ്റ്റിൻ്റെ മോഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും വിസിബിൾ ആണല്ലോ? പ്രസൻറ്റേഷൻ വിസിബിൾ ആണോ? പ്രസൻറ്റേഷൻ വിസിബിൾ ആണോ? പ്രസൻറ്റേഷൻ വിസിബിൾ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ലിഫ്റ്റ് മോഷനകത്ത് നമുക്ക് നമ്മൾ ഒരു ലിഫ്റ്റ് മോഷനിൽ വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് വരുന്നുണ്ട്. അതിനൊക്കെ ഒരു വ്യക്തി അതിനകത്ത് കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. ദെൻ റിയാക്ഷൻ ഫ്രം ദ ഗ്രൗണ്ട് വരുന്നുണ്ട്. ദെൻ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പം ലിഫ്റ്റ് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനേഷ്യ ഫോഴ്സ് വിൽ ബി ടുവേർഡ്സ് അപ്വേർഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അപ്പോൾ മോഷൻ ഓഫ് ലിഫ്റ്റാണ് നമ്മളിപ്പോൾ ഈ ഒരു സെഷനകത്ത് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സിസ്റ്റം ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കൺസിഡർ ദ മോഷൻ ഓഫ് എ ലിഫ്റ്റ് വിത്ത് ആക്സിലറേഷൻ ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അതായത് ഇവിടെ നമ്മളൊരു ലിഫ്റ്റ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഈ റെക്ടാംഗുലർ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു ലിഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലിഫ്റ്റ് എന്തായി, നമ്മൾ സാധാരണ റോപ്പ് വഴിയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലിഫ്റ്റ് കണ്ടിട്ടുണ്ടല്ലോ. ലിഫ്റ്റ് കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ലിഫ്റ്റ് എന്താണെന്നുള്ളത് അറിയാമല്ലോ. ലിഫ്റ്റിൽ ട്രാവൽ ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ലിഫ്റ്റ് കണ്ടിട്ടുണ്ടോ അവിടെ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ലുലു മോളിലൊക്കെ പോകുമ്പോൾ അവിടെ കാണാൻ പറ്റും, നമുക്ക് ഗ്ലാസ് ലിഫ്റ്റ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് റൂപ്പൊക്കെ ടൈ ചെയ്തിട്ടിരിക്കുന്നതായിട്ട്. അതെങ്ങനെയാണ് അപ്വേർഡ് മൂവ്മെൻറ്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഡൗൺവേർഡ് മൂവ്മെൻറ്റ് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്. അതിനൊക്കെ നമുക്ക് താഴേക്ക് വരുമ്പോൾ നമുക്കൊരു വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. ലിഫ്റ്റിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറഞ്ഞതുപോലെ ഒരു ഫീലിംഗ് വരാറുണ്ട്. നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് നമ്മൾ ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ് വരാറുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കൺസിഡർ ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് മോഷൻ ഓഫ് ദ ലിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് വി ആർ കൺസിഡറിങ് ദ മോഷൻ ഓഫ് ദ ലിഫ്റ്റ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡി വിൽ ബി ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഒരാൾ ആ ലിഫ്റ്റിനകത്ത് കയറി നിൽക്കുന്നു എന്നുള്ളത് കൺസിഡർ ചെയ്യാം. അപ്പോൾ അയാളുടെ വെയിറ്റ് എത്രയാണ്? വെയിറ്റ് ഓഫ് ദ മാൻ ഈസ് W. ഓക്കെ, ആൻഡ് ദ റിയാക്ഷൻ ഈസ് R. ഓക്കെ, റിയാക്ഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ടും ആ ലിഫ്റ്റിൻ്റെ സർഫസും തമ്മിൽ, അതായത് മാനും ആ ലിഫ്റ്റിൻ്റെ സർഫസും തമ്മിലാണ് നമുക്ക് എന്താ ഉണ്ടാവുന്നത്? റിയാക്ഷൻ ഉണ്ടാവുന്നത്. ഗ്രൗണ്ടല്ല, നമുക്ക് ആ ലിഫ്റ്റിൻ്റെ സർഫസും ആ മാനും തമ്മിലാണ്, മാനിൻ്റെ ഫൂട്ടും തമ്മിലാണ് നമുക്ക് എന്ത് വരുന്നത്? റിയാക്ഷൻ വരുന്നത്. ഓക്കെ, ദെൻ സോ R ഈസ് ദ റിയാക്ഷൻ ഓഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ മാൻ ഓൺ ദ ഫ്ലോർ ഓഫ് ദ ലിഫ്റ്റ്. അപ്പോൾ ഒരു വ്യക്തി അതിനകത്ത് കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ വെയിറ്റ് W താഴേക്ക് ആക്ട് ചെയ്യുന്നു, റിയാക്ഷൻ R മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് റെസ്റ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ W എന്തായിരിക്കും? Wയും Rഉം സെയിം തന്നെയാണ്. ലിഫ്റ്റ് സ്റ്റേഷനറി ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നില്ല, റെസ്റ്റിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ Wയും Rഉം സെയിം തന്നെയാണ്. ഓക്കെ, ദർ ഇസ് നോ ചേഞ്ച്. അതായത് നമ്മൾ എത്രത്തോളം വെയിറ്റ് ഉണ്ട് അത്രയും റിയാക്ഷൻ തന്നെയായിരിക്കും ഫ്ലോർ നമ്മളിലേക്ക് തരിക. നമ്മൾ ലിഫ്റ്റിൽ നമ്മൾ സ്റ്റേഷനറി ആയിട്ടുള്ള ലിഫ്റ്റിൽ കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു അൺബാലൻസ് ഇത് ഫീൽ ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വ്യത്യാസം വരും. എന്തുകൊണ്ടാണ് റിയാക്ഷൻ വ്യത്യാസം? വെയിറ്റ് ഓഫ് ദ മാൻ ചേഞ്ച് ചെയ്യത്തില്ല. നമ്മളുടെ വെയിറ്റ് വ്യത്യാസം വരുമോ? വെയിറ്റിന് വ്യത്യാസം വരില്ല, പക്ഷേ റിയാക്ഷന് വ്യത്യാസം വരും. ദാറ്റ് റിയാക്ഷന് വ്യത്യാസം വരാനുള്ള കാരണം ബിക്കോസ് ഓഫ് ദ ആക്സലറേഷൻ. ആക്സലറേഷൻ ഏത് ഡയറക്ഷനിലേക്കാണ്? താഴേക്കാണ് ആക്സലറേഷൻ വരുന്നത്. സോ ഇനേഷ്യ ഫോഴ്സ് വിൽ ബി ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ഇനേഷ്യ ഫോഴ്സ് വിൽ ബി ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ആക്സലറേഷൻ താഴേക്ക് ഡൗൺവേർഡ് മോഷൻ ആകുമ്പോൾ ഇനേഷ്യ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? അപ്വേർഡ് ഡയറക്ഷൻ. എന്താണ് ഇനേഷ്യ എന്നുള്ളത് അറിയാമല്ലോ. റെസിസ്റ്റൻസ് മോഷൻ ആണ് നമുക്ക് പറയുന്നത് ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് റെസ്റ്റിൽ നിന്ന് മൂവ്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഫോഴ്സ് ആണ് ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇനേഷ്യ ഫോഴ്സ് വിൽ ബി ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ഡൗൺവേർഡ് ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇനേഷ്യ ഫോഴ്സ് വിൽ ബി ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അത് എപ്പോഴും ഓർത്തിരിക്കുക. ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇനേഷ്യ ഫോഴ്സ് വിൽ ബി ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ ലിഫ്റ്റിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റൈറ്റ് സൈഡിൽ ഇത് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ലിഫ്റ്റ് കാണാൻ കഴിയുന്നില്ലേ? ആ ഫ്രീ ബോഡി ഡയഗ്രാം കാണാൻ കഴിയുന്നില്ലേ? ലിഫ്റ്റിൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതിൽ ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ
നമുക്ക് ഏത് ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യാം? ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇനേഷ്യ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ട. ഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് എന്താണ്? ഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഏത് പ്രകാരമാണ് വരുന്നത്? ബൈ ഡിയാലംബർട്ട്സ് ഇക്വേഷൻ പ്രകാരം, ഡിയാലംബർട്ട്സ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ പറയാറുള്ളത്, അല്ലേ? സം ഓഫ് ഓൾ ദ ഫോഴ്സ് മൈനസ് സം ഓഫ് ഓൾ ദ ഫോഴ്സ് ആൻഡ് ഇനേഷ്യ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സം ഓഫ് ഓൾ ദ ഫോഴ്സ് ആൻഡ് ഇനേഷ്യ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. അതാണ് നമുക്ക് ഡിയാലംബർട്ട്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. അതിൽ രണ്ട് ഇനേഷ്യ ഫോഴ്സിൻ്റെയും അതിനകത്ത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന സം ഓഫ് ഓൾ ദ ഫോഴ്സിൻ്റെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അതാണ് ഡിയാലംബർട്ട്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ അറിയാം? ഫ്രം സെക്കൻഡ് ലോ ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ തന്നെയാണ് നമ്മൾ അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നമുക്ക് സം ഓഫ് ഓൾ ദ ഫോഴ്സ് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സം ഓഫ് ഓൾ ദ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ ഫോഴ്സ് വരും? W താഴേക്കാണ്, അല്ലേ? W താഴേക്ക്. അപ്പോൾ നമ്മൾ W കൂടുതൽ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ W താഴേക്ക് പോസിറ്റീവ് വന്നു, W താഴേക്ക്. ഓക്കെ, അല്ല നമ്മൾ സ്റ്റാറ്റിക്സിൻ്റെ കേസിൽ താഴേക്കുള്ള നെഗറ്റീവ് മുകളിലേക്കുള്ള പോസിറ്റീവ് അങ്ങനെയല്ല ഇവിടെ എടുക്കുന്നത്. ഡൈനാമിക്സിൻ്റെ കേസിൽ നമ്മൾ എന്താണ്? എവിടേക്കാണോ ഏതാണോ വലുത് അതാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ W ഫോഴ്സ് താഴേക്ക്, R ഫോഴ്സ് മുകളിലേക്ക്. ഓക്കെ, അതായത് R എന്ത് ചെയ്യുന്നു? കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ നമുക്ക് W താഴേക്ക് മൂവ് ചെയ്യുകയാണ്. ബോഡി താഴേക്കല്ലേ മൂവ് ചെയ്യുന്നത്? മൊത്തത്തിൽ ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യുന്നു, വെയിറ്റ് ഓഫ് ദ ബോഡിയും താഴേക്കാണ്. അപ്പോൾ W മൈനസ് R, R എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്, അല്ലേ? R അപ്വേർഡ് ആണ്. അപ്പോൾ മൈനസ് R മൈനസ് W/G ഇൻറ്റു A, അതായത് ഇനേഷ്യ ഫോഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. ദിസ് ഈസ് ഈക്വൽ ടു 0. വേറെ ഏതെങ്കിലും ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടോ? ഇത്രയും ഫോഴ്സ് അല്ലേ ഉള്ളൂ. W താഴേക്ക്, അപ്പോൾ W താഴേക്ക് നമ്മൾ അത് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നെഗറ്റീവാണ്. മുകളിലേക്ക് R ഇനേഷ്യ ഫോഴ്സും നെഗറ്റീവ്. അപ്പോൾ ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അതാണ് നമുക്ക് ഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടി? W മൈനസ് R മൈനസ് W/G ഇൻറ്റു A. വാട്ട് ഈസ് W/G ഇൻറ്റു A? ഇതെന്താണ് W/G ഇൻറ്റു A? ഗ്രാവിറ്റേഷൻ ആണോ? ഗ്രാവിറ്റേഷൻ. W/G എന്ന് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് MA അല്ലേ വരുന്നത്? M ഇൻറ്റു A. ഒരു സെക്കൻഡ്, ഞാനൊന്ന് പ്രസൻറ്റേഷൻ ഒന്നുകൂടി, എനിക്ക് റൈറ്റിംഗ് പാഡ് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നുകൂടി പ്രസൻറ്റേഷൻ എനിക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, W/R ഇൻറ്റു W മൈനസ് R മൈനസ് W/G ഇൻറ്റു A ഇസിക്കൽ 0. അപ്പോൾ ഈ W/G ആണ് ഇൻറ്റു A ആണ് ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. അതെങ്ങനെ വന്നു എന്നുള്ളതായിരിക്കും മിക്കവർക്കും ഡൗട്ട് ഉണ്ടാവും. W താഴേക്ക് വെയിറ്റ് ഓഫ് ദ മാൻ, അത് താഴേക്ക്, അത് ഓക്കെ പോസിറ്റീവ്. മൈനസ് R മുകളിലേക്ക് വന്നതുകൊണ്ട് അത് നെഗറ്റീവ്, മൈനസ് R. പിന്നെ ഇനേഷ്യ ഫോഴ്സ് നമ്മൾ പറഞ്ഞു, ബോഡി താഴേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനേഷ്യ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്? ഇനേഷ്യ ഫോഴ്സ് അപ്വേർഡ് ആയിരിക്കും. വെൻ ദ ബോഡി ഈസ് മൂവിങ് ഡൗൺവേർഡ്സ് ഇനേഷ്യ ഫോഴ്സ് വിൽ ബി അഗെയിൻസ്റ്റ് ദ മോഷൻ. ഓക്കെ, അപ്പോൾ അത് മുകളിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മൈനസ് വന്നത്. പക്ഷേ ഇത് W/G ഇൻറ്റു A എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണല്ലോ ഇനേഷ്യ ഫോഴ്സ്. അത് എല്ലാവർക്കും അറിയാമോ? വാട്ട് ഈസ് ഇനേഷ്യ ഫോഴ്സ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് ഇനേഷ്യ ഫോഴ്സ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമോ? ഓക്കെ, അപ്പൊ ആ മാസ് എന്ന് ഇവിടെ പറയുമ്പോൾ, മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? W/G അല്ലേ? മാസ് ഓഫ് മാൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? വെയിറ്റ് ഓഫ് മാൻ ആണ്. വെയിറ്റ് ഓഫ് മാൻ എന്ന് പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ W/G ചെയ്താൽ, W ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്താൽ മാത്രമേ മാസ് ഓഫ് മാൻ ആവുന്നുള്ളൂ. ഓക്കെ, ആ മനുഷ്യന്റെ മാസ് കിട്ടണം എന്നുണ്ടെങ്കിൽ, മാസിന്റെ ആക്സലറേഷൻ ആണ് നമുക്കിവിടെ ഇനേഷ്യ വരുന്നത്. അത് മനുഷ്യന്റെ മാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വെയിറ്റ് ഓഫ് ദ മാൻ ഡിവൈഡഡ് ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതാണ് W/G എടുത്തിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് W/G വന്നത്. അപ്പോൾ അതൊന്ന് നോക്കിക്കൊള്ളുക. ഓക്കെ, W/G ഇൻറ്റു A, അങ്ങനെയാണ് W/G എന്നത്. ഡൗട്ട് ഉണ്ടോ? അത്
W മൈനസ് ആർ മൈനസ് ഡബ്ല്യു ബൈ ജി ഇൻറ്റു എ, ദാറ്റ് ഈസ് എം എ ആണ് ഇവിടെ വരുന്നത്. എമ്മിന് പകരം മാസ് ഓഫ് മാൻ ആണ് എം എന്ന് പറയുന്നത്. ഇവിടെ വെയിറ്റ് തന്നിട്ടുണ്ട് ഡബ്ല്യു എന്ന്, അത് വെച്ചിട്ടാണ് നമ്മൾ ഡബ്ല്യു ബൈ ജി, എമ്മിന് പകരം ഡബ്ല്യു ബൈ ജി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ആർക്കും ഡൗട്ട് ഉണ്ടോ? അതെങ്ങനെ വന്നു എന്നുള്ള ഡൗട്ട് ഉണ്ടോ? ഇനി വൺ ഇല്ലാന്നുണ്ടെങ്കിൽ പറയുക, ഡൗട്ടില്ല എന്ന് പറയുക. ഡൗട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടോ, ഞാൻ ഒന്നൊരു പറയാം എങ്ങനെ വന്നു എന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, ഞാനൊന്നൊരു പറയാം. എനിക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടില്ല, അത് വേറൊരു സിസ്റ്റമാണ്, എഴുതി കാണിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ കൂടെ. ഓക്കെ, ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. അത് എഴുതി കാണിക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, വിസിബിൾ ആണല്ലോ എല്ലാവർക്കും? പ്രസന്റേഷൻ വിസിബിൾ ആണോ? ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത് എങ്ങനെയാണ് ഡബ്ല്യു ബൈ ജി വന്നത്. നമുക്കൊരു മാൻ ഇവിടെ നിൽപ്പുണ്ട് അല്ലേ? മാൻ ലിഫ്റ്റിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ഓക്കെ, ആ ലിഫ്റ്റിൻ്റെ സർഫസിൽ നിൽക്കുകയാണ്. അപ്പോൾ വെയിറ്റ് ഓഫ് ദ മാൻ വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ് ഡബ്ല്യു ആൻഡ് റിയാക്ഷൻ വിൽ ബി ആക്ടിങ് അപ്വേർഡ്സ് ആർ. ആർ എന്ന് പറയുന്ന റിയാക്ഷൻ, വെയിറ്റ് ഓഫ് ദ മാൻ എന്ന് പറയുന്നതാണ് ഡബ്ല്യു എന്ന് പറയുന്നത്. നമ്മളിവിടെ മാസ് ഓഫ് ദ മാൻ എന്ന് പറയുമ്പോൾ എന്താണ്? വെയിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഓക്കെ, വെയിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് മാസ് ഓഫ് മാൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? മാസ് ഓഫ് മാൻ എത്രയാണ്? മാസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് മാൻ എം ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കാരണം ഡബ്ല്യു ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് അറിയാം? ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി ആണ്. അതിൽ നിന്ന് എം എന്ന് പറയുന്നത് എന്ത് കിട്ടി? എം ഇസ് ഈക്വൽ ടു മാസ് ഓഫ് മാൻ എം ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ജി എന്ന് കിട്ടും അല്ലേ? ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി ആണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലിഫ്റ്റ് എന്നുള്ള കേസിൽ വരുമ്പോൾ ടച്ചിന് എന്തൊക്കെ ഇതാണ് നമ്മുടെ ലിഫ്റ്റ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതാണ് നമ്മുടെ ലിഫ്റ്റിലാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ ആൾ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വെയിറ്റ് ഓഫ് ദ മാൻ വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് വിൽ ബി ആക്ടിങ് അപ്വേർഡ്സ്. വെയിറ്റ് ഓഫ് ദ മാൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നു? വെയിറ്റ് ഓഫ് ദ മാനിൽ നിന്ന് മാസ് ഓഫ് ദ മാൻ നമുക്ക് കിട്ടി, ഡബ്ല്യു ബൈ ജി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ഇനി ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനേഷ്യ ഫോഴ്സ് വിൽ ബി ആക്ടിങ് അപ്വേർഡ്സ്. ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് മാസ് ഇൻറ്റു ആക്സലറേഷൻ വി ക്യാൻ റൈറ്റ് ഡബ്ല്യു ബൈ ജി ഇൻറ്റു ഇ. അപ്പോൾ ഇത്രയും ഫോഴ്സുകളാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെ ഫോഴ്സാണ് വരുന്നത്? വെയിറ്റ് ഓഫ് ദ മാൻ ഡബ്ല്യു താഴേക്ക്, റിയാക്ഷൻ ഫോഴ്സ് മുകളിലേക്ക്, ഡബ്ല്യു ബൈ ജി ഇൻറ്റു എ മുകളിലേക്ക്, ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് മുകളിലേക്ക്. ഇതാണ് നമ്മളുടെ ഇനേഷ്യ ഫോഴ്സ്. ഓക്കെ, ഇനേഷ്യ ഫോഴ്സ് മുകളിലേക്ക്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് വരുന്ന ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? താഴേക്ക് ഡബ്ല്യു വരുന്നത് കൊണ്ട് താഴേക്ക് പോസിറ്റീവ് മൈനസ് ആറ്. താഴേക്ക് വരുന്നത് കൊണ്ടല്ല പോസിറ്റീവ്, നമ്മൾ മാൻ്റെ വെയിറ്റ് കൂടുതലായിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ ഡബ്ല്യു ഇതായിട്ട് പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. മനുഷ്യൻ്റെ വെയിറ്റ് കൂടുതലാണ്, ആ ഫോഴ്സ് താഴേക്ക് കൂടുതലാണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ഈ റിയാക്ഷൻ ഫോഴ്സ് അത് കുറവാണെന്നുള്ള രീതിയിൽ എടുത്തിരിക്കുകയാണ് താഴേക്ക് വരുന്നതുകൊണ്ട്. അപ്പോൾ താഴേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി റിയാക്ഷൻ ഫോഴ്സ് കുറവായിരിക്കും. കാരണം ബോഡി താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഈ അപ്വേർഡ് ത്രസ്റ്റ് വരുന്നത് കാരണം നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് ഡബ്ല്യു മൈനസ് ആർ വരും, മൈനസ് ഡബ്ല്യു ബൈ ജി ഇൻറ്റു എ is equal to 0. This is the equation. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് കണ്ടുപിടിക്കാം. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ റിയാക്ഷൻ? റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു മൈനസ് ഡബ്ല്യു ബൈ ജി ഇൻറ്റു എ, ദാറ്റ് ഈസ് ഡബ്ല്യു ഇൻറ്റു 1 മൈനസ് എ ബൈ ജി. അതാണ് റിയാക്ഷൻ. റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ വെയിറ്റിനെക്കാട്ടിലും കുറവായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? റിയാക്ഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു 1 മൈനസ് എ ബൈ ജി ആണ്. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ ഇപ്പോൾ നമുക്ക് ഒരു 9.8 വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? വാട്ട് ഈസ് ദ റിയാക്ഷൻ ഫോഴ്സ്? 0 ആയിപ്പോകും. ഉണ്ടോ? അതെങ്ങനെ 0 ആയിട്ട് വന്നു? എ ഇസിക്കൽ ടു ജി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലിഫ്റ്റിൻ്റെ ആക്സലറേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നു? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് തുല്യമായി വരികയാണെന്നുണ്ടെങ്കിൽ 9.8 ബൈ 9.8 എന്നുള്ള രീതിയിൽ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 എന്ന് പറയുന്നത് 0 വരും. ദാറ്റ് ഈസ് ആർ ഇസിക്കൽ ടു എന്തെന്ന് വരും? 0 എന്ന് വരും.
അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ R=W ആയിരുന്നു റെസ്റ്റിൽ ഇരുന്നപ്പോൾ, അല്ലേ? ലിഫ്റ്റ് റെസ്റ്റിൽ ഇരുന്നപ്പോൾ R=W ആയിരുന്നു. പക്ഷെ ലിഫ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? റിയാക്ഷൻ ഫോഴ്സ് കുറഞ്ഞു തുടങ്ങി. അതാണ് നമുക്ക് അൺബാലൻസിങ് ഫീൽ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ലിഫ്റ്റ് റെസ്റ്റിൽ നിന്നപ്പോൾ R= എന്തായിരുന്നു? ലിഫ്റ്റ് റെസ്റ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ R=W ആണ്. ലിഫ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ R= കുറഞ്ഞു വരും. വെയിറ്റിനെക്കാട്ടിലും കുറഞ്ഞു വന്ന് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വലന്റ് ആകുമ്പോൾ R=0 വരും. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ എങ്ങനെയാണ് R= ഇങ്ങനെ വന്നതെന്ന്? ഓക്കെ. സെക്കൻഡ്, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഡ്രൈവർ സെറ്റ് ആവുന്നില്ല. ഓക്കെ, പ്രസന്റേഷൻ വിസിബിൾ ആണല്ലോ എല്ലാവർക്കും? പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? വിസിബിൾ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് അതാണ് നമ്മൾ മോഷൻ ഓഫ് ലിഫ്റ്റിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വരുന്ന റിയാക്ഷൻ്റെ ഇക്വേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. അതായത് റിയാക്ഷൻ R=W × 1 - A/G എന്നുള്ള രീതിയിൽ വരും. ക്ലിയർ ആണല്ലോ? W × 1 - A/G. എപ്പോഴാണ് ഈ റിയാക്ഷൻ R=W × 1 - A/G വരുന്നത്? എപ്പോഴാണ് അതങ്ങനെ വരുന്നത്? when the lift is moving downwards. ഇനി നമ്മൾ അടുത്തൊരു കേസ് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. when the lift is moving upwards, മുകളിലേക്ക് ലിഫ്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? അവിടെ എന്തായിരിക്കും? ഇവിടെ നമ്മൾ നേരത്തെ ഇപ്പോൾ കൺസിഡർ ചെയ്തതിന് നേരെ റിവേഴ്സ് ആയിരിക്കും വരിക. എന്താണ്? അതായത് നമുക്ക് W-R എന്നുള്ളതിന് പകരം നമുക്ക് ഇവിടെ എന്ത് വരും? W-R - W/G × A. ഇവിടെ നമുക്ക് നോക്കുക, അതിൻ്റെ ഡയഗ്രം നോക്കുക. ഡയഗ്രം എല്ലാവർക്കും വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനകത്ത് റൈറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനേഷ്യ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? താഴേക്കായിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് വരും. അതായത് W താഴേക്കും R മുകളിലേക്കും തന്നെയാണ്. പക്ഷേ W/G × A, അതായത് മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നത്, ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് താഴേക്കാണ്. ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇനേഷ്യ ഫോഴ്സായ MA എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇനേഷ്യ ഫോഴ്സായ MA എന്ന് പറയുന്നത് ഓക്കെ, റിയാക്ഷൻ ഫോഴ്സ് MA എന്ന് പറയുന്നത് എങ്ങനെ വരും? റിയാക്ഷൻ ഫോഴ്സ് MA എന്ന് പറയുന്നത് ഓക്കെ, എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടല്ലോ? റിയാക്ഷൻ ഫോഴ്സ് MA എന്ന് പറയുന്നത് ഞാൻ എഴുതുന്ന കാണാൻ പറ്റുന്നുണ്ടോ? എഴുതുന്ന വിസിബിൾ ആണോ? എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയോ എറർ വരുന്നുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. അത് റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണക്ഷൻസ് എല്ലാം പോകും. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ M എന്ന് പറയുന്നത് എന്താണ്? W/Gക്ക് പകരമാണ് നമുക്ക് M വരുന്നത്. M × A ആണ് ഇനേഷ്യ ഫോഴ്സ് ആയിട്ട് വരിക. ഓക്കെ, M × A ആണ് ഇനേഷ്യ ഫോഴ്സ് ആയിട്ട് വരും. ദാറ്റ് ഈസ് M × Aക്ക് പകരം നമുക്ക് എമ്മിന് പകരമാണ് നമ്മൾ W/G എന്ന് പറഞ്ഞുകൊണ്ട് ഇനേഷ്യ ഫോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാണ്. അപ്പോൾ when the lift is moving upwards, ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇനേഷ്യ ഫോഴ്സ് എന്തായിരിക്കും? താഴേക്കാണ് വരുന്നത്. ദാറ്റ് ഈസ് ഇനേഷ്യ ഫോഴ്സ് W/G × A ആണ് ഇനേഷ്യ ഫോഴ്സ്. അത് താഴേക്ക് വരും. ഏതാണ്? ഇപ്പൊ കാണാം അല്ലേ? അപ്പൊ when the lift is moving upwards, ഇനേഷ്യ ഫോഴ്സ് താഴേക്ക് വരുന്നു. ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നത് താഴേക്ക് വരുന്നു. അത് എപ്പോഴും ശ്രദ്ധിക്കുക. when the lift is moving downwards, ഡൗൺവേർഡ് ഡയറക്ഷൻ ആക്കുമ്പോൾ ഇനേഷ്യ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്, ഇനേഷ്യ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ എഴുതുന്നത് W - R - W/G × A. അപ്പോൾ ലിഫ്റ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിലോ, ലിഫ്റ്റ് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ W
മൈനസ് ആർ അതുപോലെ തന്നെയുണ്ട്. പിന്നെ ഇനേഷ്യ ഫോഴ്സ് എന്താണ്, താഴേക്ക് വരുന്നത് കൊണ്ട് അത് ആഡ് ചെയ്ത് വരും. അതെങ്ങനെ വരും, പ്ലസ് W/G/A. ഇത്രയേ ഉള്ളൂ ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് എഴുതുന്ന ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഓക്കെ, W/G ആണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എറർ വന്നിട്ടുണ്ട്, അത് ഡ്രൈവറിൻ്റെ പ്രശ്നം. W/G കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അത് എഴുതുന്നത് ഡിലീറ്റ് ആയി പോകുന്നു ഓട്ടോമാറ്റിക്കലി. ഡ്രൈവർ ഒന്നുകൂടി ഒന്ന് ഇത് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി, പക്ഷെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ റീസ്റ്റാർട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ W - R + W/G/A = 0. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ആറിൻ്റെ ഇക്വേഷൻ തോന്നുന്നു. ആറിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? R = എത്ര വരും? നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും ആറിനെ. R = എത്ര വരും ഇവിടെ? ഈ ഒരു ഇക്വേഷൻ, താഴെ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ്. R = എത്ര വരും? R = W × 1 + A/G. അപ്പോൾ ലിഫ്റ്റ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ R = എന്താണ്? ലിഫ്റ്റ് താഴേക്ക് വരികയാണെങ്കിൽ R = W × 1 - A/G വരും. ലിഫ്റ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് R = W × 1 + A/G. ഇത് രണ്ട് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ലിഫ്റ്റിൻ്റെ കേസിൽ നമ്മൾ മാനിൻ്റെ മാത്രം കൺസിഡർ, നമ്മൾ ഇവിടെ ലിഫ്റ്റിൻ്റെ വെയിറ്റ് കൺസിഡർ ചെയ്തിട്ടില്ല. ഹിയർ വി ആർ കൺസിഡറിങ് ഓൺലി ദ വെയിറ്റ് ഓഫ് ദ മാൻ ആൻഡ് ദ റിയാക്ഷൻ ഫോഴ്സ് ആക്ടിങ് ആൻഡ് ദ അപ്വേർഡ് മൂവ്മെന്റ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് ദ ലിഫ്റ്റ്. രണ്ട് കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇനേഷ്യ ഫോഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനേഷ്യ ഫോഴ്സ് അപ്വേർഡ് ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ നമ്മൾ അപ്വേർഡ് മൂവ്മെന്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇനേഷ്യ ഫോഴ്സ് ഡൗൺവേർഡ് ആയിരിക്കും. ഇത് രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മുകളിലേക്ക് ലിഫ്റ്റ് പോകുമ്പോൾ ഇനേഷ്യ ഫോഴ്സ് താഴേക്ക് ലിഫ്റ്റ് പോകുമ്പോൾ ഇനേഷ്യ ഫോഴ്സ് മുകളിലേക്ക്. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷനും പഠിക്കാം. അതായത് റിയാക്ഷൻ ഫോഴ്സ് R = W × 1 - A/G when the lift is moving downwards. When the lift is moving upwards, the reaction force R = W × 1 + A/G. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തല്ലോ എല്ലാവരും? നോട്ട് ചെയ്തോ? ഇല്ല സർ. ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക. When the lift is moving downwards, ഈ ഡയഗ്രാം വരച്ചേക്കുക, സൈഡിലുള്ള ഡയഗ്രാം വരച്ചേക്കുക. When the lift is moving downward direction, inertia force will be acting upwards. Weight of the man is always acting downwards. Reaction force will be acting upwards. Inertia force will be acting upwards when the lift is moving downwards. So when the lift is moving upwards, inertia force will be acting downwards. Weight of the man will always be acting downwards. Reaction also will be acting upwards. അപ്പോൾ റിയാക്ഷൻ്റെ ഇക്വേഷൻ രണ്ട് കേസിലുള്ളത് നോട്ട് ചെയ്യുക. അതെങ്ങനെ വന്നു എന്നുള്ളത് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, കഴിഞ്ഞോ? സർ ഒരു മിനിറ്റ്. ഈ മോഡ്യൂളിലുള്ള പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഈ മെത്തേഡിലുള്ള പ്രോബ്ലംസ് ചോദിക്കത്തുള്ളൂ. ഇതൊക്കെ സ്ഥിരം ലിഫ്റ്റൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് എളുപ്പമാണ് മറ്റേതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഉറപ്പ് കാണിക്കരുത്. ഈ മോഡ്യൂളിൽ ഒരു മോഡ്യൂൾ കിട്ടുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം മാർക്ക്, 20 മാർക്കാണ് ഒരു മോഡ്യൂളിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളൊരു മോഡ്യൂളാണ്. ഇച്ചിരി ലെങ്തിയാണ്, പക്ഷേ എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്, നിനക്കുള്ള ടോപ്പിക്കുകളാണ് വരുന്നത്. പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതുമാണ്, +2 ബേസ് ഉള്ളതാണ്. ഓക്കെ, നോട്ട് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്തേക്കാം. അതിനകത്ത് പ്രത്യേകിച്ച് റിയാക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. റിയാക്ഷൻ്റെ ഇക്വേഷൻ നോട്ട് ചെയ്യുക. W × 1 - A/G when the lift is moving downwards. W × 1 + A/G when the lift is moving upwards. ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്കൊരു വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. നിങ്ങൾ ഫ്രീലി ഫോളിംഗ് ആണ്, ലിഫ്റ്റിൻ്റെ കയർ പൊട്ടി ഫ്രീലി ഫോളിംഗ് ആയിരിക്കും. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും ആക്സലേഷൻ വരിക. അപ്പോൾ A = G വരും.
നിങ്ങൾ ലിഫ്റ്റിൽ നിൽക്കുന്നു, ലിഫ്റ്റിന്റെ കയറ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ, ഫ്രീലി ഫോളിങ്. അപ്പോൾ അതിന് കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ, വീഴോ എന്നുള്ള പേടിക്കാതെ നമ്മളിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യും, മെക്കാനിക്സ് പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, റിയാക്ഷൻ എന്തായിരിക്കും? ആർ ഇസ് ഇക്വൽ ടു, നമുക്ക് ആ ഒരു വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണ് വരുന്നത്? അവിടെ ഉണ്ടാവുന്ന ആക്സലറേഷൻ വിൽ ബി ഈക്വൽ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ആക്സലറേഷൻ ഈക്വൽ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആകുമ്പോൾ എന്ത് പറ്റുന്നു? എ ഇസ് ഈക്വൽ ടു ജി വരുന്നു. അവിടെ എന്ത് പറ്റുന്നു? 1 - 1 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ റിയാക്ഷൻ 0 വരും. അപ്പോൾ നമ്മൾ തട്ടിപ്പോവും. ക്ലിയർ ആണല്ലോ? നമ്മൾ വന്ന് വീണ്, അതായത് ലിഫ്റ്റിന്റെ കയറ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ലിഫ്റ്റിന്റെ കയറ് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെക്കാട്ടിലും കുറവായിരിക്കും എന്ത്? ആക്സലറേഷൻ. അപ്പോൾ എന്ത് വരും? പതുക്കെ വരുള്ളൂ. ഓക്കെ, ആദർശന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, ഉറങ്ങാണെന്ന് തോന്നുന്നു, ഡിസ്റ്റർബൻസ് ആയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെക്കാട്ടിലും കുറവായിരിക്കും എയുടെ വാല്യൂ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റിയാക്ഷൻ കുറയും, വെയിറ്റിനെക്കാട്ടിലും കുറയും. അപ്പോൾ നമുക്ക് അതാണ് നമുക്ക് റിയാക്ഷൻ കുറവ്, നമ്മളൊരു വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നത്. ഇനി മുകളിലേക്ക് പോകുമ്പോൾ, ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റിയാക്ഷൻ കൂടുതൽ ഫീൽ ചെയ്യും. അത് കാരണം എന്തുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി ബാലൻസ് കൂടുതൽ ഫീൽ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് W × 1 + A/G ആണ് വരുന്നത്. അവിടെ 1+ ആണ് വരുന്നത്, ആഡ് ചെയ്താണ് വരുന്നത്. വെയിറ്റിനെക്കാട്ടിലും കൂടുതലാണ് റിയാക്ഷൻ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, മോഷൻ ഓഫ് ദ ലിഫ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. ഈ ഒരു പ്രോബ്ലം നോട്ട് ചെയ്യുക. Okay, a lift has an upward acceleration of 1.2 meter per second square. That is, A is given. A തന്നിട്ടുണ്ട്, ആക്സലറേഷൻ is given. അപ്വേർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. A is equal to 1.2 meter per second. ഒട്ടും എഴുതാൻ പറ്റുന്നില്ല എനിക്ക് കേട്ടോ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, നോട്ട് ചെയ്യുക. A is equal to 1.2 meter per second squared. That is acting in the upward direction. അപ്വേർഡ് ആണ്, മുകളിലേക്കാണ് ലിഫ്റ്റ് പോകുന്നത്. അപ്പോൾ എന്ത് വരും? നമ്മളുടെ റിയാക്ഷൻ്റെ ഇക്വേഷൻ അപ്പോഴേ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ R is equal to 1 + A/G ആണ് അല്ലേ. R is equal to W × 1 + A/G ആണ് വരുന്നത്. അത് ഓർത്തേക്ക്, അപ്വേർഡ് ആണ് മൂവ് ചെയ്യുമ്പോൾ എന്തായാലും റിയാക്ഷൻ കൂടി വരത്തേ ഉള്ളൂ. അത്ര ഓർത്താൽ മതി. കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ്, താഴേക്ക് വരുമ്പോൾ കുറഞ്ഞു വരുന്നു, അത് നെഗറ്റീവ്. ഓക്കെ, മൈനസ് വരും. അതേപോലത്തെ 1 + A/G യും 1 - A/G. R is equal to W × 1 + A/G ആണ് ലിഫ്റ്റ് അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ തന്നിട്ടുണ്ട് 1.2. A തന്നിട്ടുണ്ട്. G നമുക്ക് ഓൾറെഡി അറിയാം. G is equal to എത്രയാണ്? 9.81 meter per second square ആണെന്നുള്ളത് അറിയാം. അപ്പോൾ A/G നമുക്ക് കിട്ടും. അപ്പോൾ W തന്നിട്ടുണ്ട്, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വാട്ട് ഫോഴ്സ് വിൽ എ മാൻ വെയിങ് 750 Newton? Weight of the man is given as 750 Newton. So weight is also given. അപ്പോൾ നമുക്ക് W തന്നിട്ടുണ്ട്. അപ്പോൾ W തന്നു, A തന്നു, G നമുക്കറിയാം. R കണ്ടുപിടിച്ചൂടെ? അത്രേ ഉള്ളൂ. സംഭവം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഈസിയാണ്. ജസ്റ്റ് വി നീഡ് ടു നോ ദ ഇക്വേഷൻ. R is equal to W × A/G എന്ന് പറയുന്ന ഇക്വേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ സെയിം അത് തന്നെ കേസ് പറയുന്നു. വാട്ട് ഫോഴ്സ് വുഡ് ഹി എക്സേർട്ട് ഇഫ് ദ ലിഫ്റ്റ് ഹാഡ് ആൻ ആക്സലറേഷൻ ഓഫ് 1.2 meter per second squared ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ? ഓക്കെ, അപ്പോൾ അയാൾ അതേ സെയിം ആൾ എത്രത്തോളം ഫോഴ്സ് ആയിരിക്കും ഗ്രൗണ്ടിൽ കൊടുക്കുക വെൻ ഹീസ് മൂവിങ് ഡൗൺവേർഡ്സ്? അതേ 1.2 meter per second squared അതേ ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഫോഴ്സ് കൊടുക്കും എന്നുള്ളതാണ്. നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്രത്തോളം ഫോഴ്സ് കൊടുക്കും, റിയാക്ഷൻ എത്രയായിരിക്കും എന്നുള്ളത്. ഓക്കെ, അതെത്ര വരും എന്നുള്ളത് നോക്കിയാൽ മതി. അതെ, ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം R is equal to W × 1 - A/G ആണ്. വെയിറ്റ് ഓഫ് ദ മാന് ചേഞ്ച് ഒന്നുമില്ല, 750 തന്നെ നേരത്തെ ഉള്ള അതേ വെയിറ്റ് തന്നെയാണ്. മാന് താഴേക്ക് വന്നപ്പോൾ വെയിറ്റ് കൂടിയിട്ടൊന്നുമില്ല, സെയിം വെയിറ്റിൽ തന്നെയാണ് ആൾ വരുന്നത്. സോ 750 × 1 - A/G. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത കേസ്, വാട്ട് അപ്വേർഡ് ആക്സലറേഷൻ വുഡ് കോസ് ഇസ് വെയിറ്റ് ടു എക്സർട്ട് എ ഫോഴ്സ് ഓഫ് 900 Newton ഓൺ ദ ഫ്ലോർ? അതായത് ആക്സലറേഷൻ ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഏത് അപ്വേർഡ് ആക്സലറേഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ R 900 ആകും. ഏത് അപ്വേർഡ് ആക്സലറേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ R 900 ആകും. അപ്പോഴും നമുക്ക് ഇക്വേഷൻ ആണ്, അപ്വേർഡിൻ്റെ ഇക്വേഷൻ എത്രയും പറഞ്ഞാൽ മതി. R is equal to W × 1 + A/G. അപ്വേർഡ് ആകുമ്പോൾ റിയാക്ഷൻ R is equal to W × 1 + A/G ആണ്. W × 1 + A/G, അതിനകത്ത്
ഡബ്ല്യു എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നു W750 തന്നെയാണ്, സെയിം വെയിറ്റ് ഓഫ് തമ്മിൽ അതേ ആൾ തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റിന് വ്യത്യാസമൊന്നുമില്ല. റിയാക്ഷൻ എത്രയായി? റിയാക്ഷൻ 900 വരികയാണെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ എത്രയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്, അത് കണ്ടുപിടിച്ചു. ഇത്രയേ ഉള്ളൂ സംഭവം. ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡയറക്റ്റ് ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇത്. മാർക്ക് നമുക്ക് കിട്ടുന്ന പ്രോബ്ലംസ് ആണ് ഇത്, കളയരുത്. ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഡയറക്റ്റ് ഇത് കണക്ക് തന്നെ വരികയുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ഫോളോ ചെയ്ത ആൾക്കാരാണേ, ഫോളോ ചെയ്ത ആൾക്കാർക്ക് കുഴപ്പം വരില്ല. ഫോളോ ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വലിയ ആൾക്കാരുണ്ടാവില്ല. ഹോംവർക്ക് ആണോ അതോ ചെയ്ത് നോക്കാനോ? ഇത് ചെയ്തു നോക്ക്, നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോഴല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാവാതെ വല്ലതും ഉണ്ടോ? മനസ്സിലായില്ലേ സംഭവം? മനസ്സിലായി. ചെയ്ത് നോക്കട്ടെ, അപ്പോൾ ഡൗട്ട് ഉണ്ടോ? ചെയ്തു നോക്ക്, തനിയെ ചെയ്തു നോക്ക്. ഈ പ്രോബ്ലം തനിയെ ചെയ്തു നോക്ക്, ഇപ്പൊ തന്നെ ചെയ്തു നോക്ക്. ഇക്വേഷൻസ് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല അതിനകത്ത്. ആ ഇക്വേഷൻ ഓർത്തിരിക്കുക, ഇക്വേഷൻ ഡെറിവേഷൻ ഒന്ന് ഓർത്തിരിക്കുക. കൺസെപ്റ്റ് ബേസ് നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ, ഇപ്പോൾ അയാൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ അയാളുടെ തലയിൽ ഒരു വെയിറ്റും കൂടി എടുത്ത് വെച്ച് കൊടുത്തു, 10 ന്യൂട്ടൺ വെയിറ്റ് കൂടി എടുത്ത് വെച്ച് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 750 എന്തായി? 760 ആയി വെയിറ്റ്. അങ്ങനെ വരും. 10 ന്യൂട്ടൺ അയാളുടെ തലയിൽ വെച്ചു എന്ന് പറയുമ്പോൾ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 760 ആയി. അങ്ങനെയൊക്കെയുള്ള കേസുകളാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക, പ്രോബ്ലം ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുക. സർ ജി 9.18 അല്ലേ എടുക്കണ്ടേ? ജി എപ്പോഴും 9.81 ആണ്, 18 അല്ല. 81. 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ സർ. എപ്പോഴും അത് ഫിക്സഡ് ആണ്, അത് ചേഞ്ച് വരില്ല. 9.81, 2 പോയിന്റ് എടുത്തോളൂ എപ്പോഴും. ഡെസിമൽ കഴിഞ്ഞിട്ട് എപ്പോഴും 2 പോയിന്റ് എടുത്തേക്കുക. 9.18 അല്ല, 9.81 ആണ് എപ്പോഴും വരിക. കംപ്ലീറ്റ് ആകുമ്പോൾ ഒന്ന് പറയണേ.
കംപ്ലീറ്റ് ആയോടെ? ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയോ? സർ സെക്കൻഡ് പാർട്ടും കൂടെ. ഇപ്പൊ തന്നെ കഴിയും. ഇപ്പൊ കഴിയും ആ സാർ. ഓക്കെ ഓക്കെ. ഹലോ, കഴിഞ്ഞോടെ? കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് നോക്കൂടെ? ആ ആക്സലറേഷന്റെ കേസിൽ 900 ന്യൂട്ടൺ ആകുമ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ആക്സലറേഷൻ 900 900 ന്യൂട്ടൺ ആവുമ്പോൾ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറയുന്നത്. 900 ന്യൂട്ടൺ ആകുമ്പോൾ ആക്സലറേഷൻ. ഓക്കെ, അതായത് ഇവിടെ തന്നിരിക്കുന്ന വാട്ട് അപ്വേർഡ് ആക്സലറേഷൻ വുഡ് കോസസ് വെയിറ്റ് ടു എക്സേർട്ട് എ ഫോഴ്സ് ഓഫ് 900 ന്യൂട്ടൺ ഓൺ ദ ഫ്ലോർ. അതായത് വെയിറ്റ് 900 ന്യൂട്ടൺ ഫ്ലോറിൽ എക്സേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അപ്വേർഡ് എന്ന് പറയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇത് പറഞ്ഞില്ലെങ്കിലും നമുക്ക് മനസ്സിലാവുന്നത് അപ്വേർഡ് ആണ് എന്നുള്ളത്. കാരണം വെയിറ്റിനെക്കാട്ടിലും കൂടുതൽ റിയാക്ഷൻ ഫോഴ്സ് വരുന്നത് എപ്പോഴാണ്? അപ്വേർഡ് മൂവ്മെന്റിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് റിയാക്ഷൻ ഫോഴ്സ് ഈസ് 900 ന്യൂട്ടൺ. റിയാക്ഷൻ ഫോഴ്സ് 900 ന്യൂട്ടൺ മീൻസ് വാട്ട്? 750 ആണ് അയാളുടെ വെയിറ്റ്. അയാൾ എന്നിട്ട് ഫ്ലോറിൽ എക്സേർട്ട് ചെയ്യുന്ന 900 ന്യൂട്ടൺ. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ അപ്വേർഡ് മൂവ്മെന്റ്. അപ്പോൾ അപ്വേർഡ് ആക്സലറേഷൻ എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് ദ ബോഡി നമുക്ക് ഓൾറെഡി അറിയാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G 9.81, അത് ഫിക്സഡ് ആണ്. അതറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക? അപ്വേർഡ് മൂവ്മെന്റിന്റെ ഇക്വേഷൻ എന്താണ്? R = W × 1 + A/G. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. അത് നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാം. അപ്വേർഡ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? റിയാക്ഷൻ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ R = 1 W × 1 + A/G. അത് ഓർത്തിരിക്കുക. അപ്പോൾ W എന്ന് പറയുന്നത് 750 ആണ്. A എന്ന് പറയുന്നത് എത്രയാണ്? A ഇവിടെ വരുന്നത് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് A ആണ്. വാട്ട് അപ്വേർഡ് ആക്സലറേഷൻ അൺനോൺ ആയിട്ട് A ആണ്. R തന്നിട്ടുണ്ട് 900, 750 വെയിറ്റ് ഓഫ് ദ ബോഡി, വെയിറ്റ് ഓഫ് ദ മാൻ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8. അത് വെച്ചിട്ട് നമുക്ക് A കണ്ടുപിടിക്കുന്നു. അത്രേ ഉള്ളൂ. അൺനോൺ ആയിട്ട് A മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നോൺ വാല്യൂ ആണ്. അപ്പോൾ ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അൺനോൺ വാല്യൂ A കണ്ടുപിടിക്കുന്നു. ഓക്കെ ആണോ? ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അപ്വേർഡ് മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ എപ്പോഴും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് വാട്ട് ഫോഴ്സ് ഹി വുഡ് എക്സേർട്ട് ഓൺ ദ ഫ്ലോർ. അതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് 900 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ബാൻ എന്ന് പറയുമ്പോൾ എപ്പോഴും 750 തന്നെയാണ്. ഒരാൾ വെയിറ്റ് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കില്ല. അത് തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് ഫിക്സഡ് ആണ്. പിന്നെ തന്നിരിക്കുന്ന റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ആക്സലറേഷനിലായിരിക്കും ലിഫ്റ്റ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ റിയാക്ഷനും വെയിറ്റ് ഓഫ് ദ മാനും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റിന്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ കഴിയും. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ,
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇത് നിങ്ങൾ തനിയെ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമുക്ക് ടെൻഷൻ കൂടി വരുന്നുണ്ട്. റോപ്പിൻ്റെ ടെൻഷൻ നോക്കിയിട്ട് ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് എത്ര മണി? 11:30 മണി വരെയാണോ? 11:25 വരെയാണല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തേക്കാം. അത് ആൻ എലിവേറ്റർ ഓഫ് ടോട്ടൽ വെയിറ്റ് 5000 ന്യൂട്ടൺ. ഇവിടെ നമുക്ക് നേരത്തെ പ്രോബ്ലം ആയിട്ട് വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെയിറ്റ് ഓഫ് ദ എലിവേറ്റർ തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ വെയിറ്റ് ഓഫ് ദ എലിവേറ്റർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല നേരത്തെ പ്രോബ്ലത്തിൽ. നമ്മൾ കൺസിഡർ ചെയ്ത ഏതൊക്കെ കാര്യം മാത്രമേ ഉള്ളൂ? വെയിറ്റ് ഓഫ് ദ മാൻ, റിയാക്ഷൻ ആൻഡ് ഇനേഷ്യ ഫോഴ്സ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് തന്നിട്ടിരിക്കുന്നത്, വെയിറ്റ് ഓഫ് ദ എലിവേറ്റർ അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് തന്നിട്ടുണ്ട് 5000 ന്യൂട്ടൺ. സ്റ്റാർട്ട്സ് ടു മൂവ് അപ്വേർഡ്സ് വിത്ത് എ കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ലിഫ്റ്റിൻ്റെ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, അതാണ് ഇവിടെ വന്ന ചേഞ്ച്. ഫൈൻഡ് ദ ഫോഴ്സ് ഇൻ ദ കേബിൾ ഡ്യൂറിങ് ദ ആക്സലറേറ്റഡ് മോഷൻ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ഇൻ ദ കേബിൾ ആണ്, ദാറ്റ് ഈസ് ടെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾസോ ഫൈൻഡ് ദ ഫോഴ്സ് അറ്റ് ദ ഫ്ലോർ ഓഫ് ദ എലിവേറ്റർ അണ്ടർ ദ ഫീറ്റ് ഓഫ് എ മാൻ വെയിങ് 600 ന്യൂട്ടൺ വെൻ ദ എലിവേറ്റർ മൂവ്സ് അപ്പ് വിത്ത് എ യൂണിഫോം റിട്ടാർഡേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നാളെ. സെക്കൻഡ് പാർട്ട് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. തനിയെ അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ രീതി വെച്ചിട്ട് തന്നെയാണ്. ഫസ്റ്റ് പാർട്ട് നമുക്ക് നാളെ എന്ന് പറയാം. അതിനകത്ത് എന്താണ് വ്യത്യാസം വരുന്നത്? വലിയ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. റിയാക്ഷൻ പകരം ഇവിടെ ടെൻഷൻ വരുമെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനത് പറഞ്ഞിട്ട് അവിടെ മൈനസ് എ ആണോ? ഏതാണ്? ഇതാണോ? F-MA? അതാണ്. അല്ല, ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ പറഞ്ഞില്ലേ, ആ, അവിടെ റിട്ടാർഡേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അത് മൈനസ് എ ആയിട്ട്. അതെ, റിട്ടാർഡേഷൻ ആണ്. നമുക്ക് അപ്വേർഡ് മൂവ്മെന്റ് ആണ് വന്നേക്കുന്നത്. അപ്വേർഡ് ഫൈൻഡ് ദ ഫോഴ്സ് അറ്റ് ദ ഫ്ലോർ ഓഫ് ദ എലിവേറ്റർ അണ്ടർ ദ ഫീറ്റ് ഓഫ് എ മാൻ വെയിങ് 600 ന്യൂട്ടൺ വെൻ ദ എലിവേറ്റർ മൂവ്സ് അപ്വേർഡ് ആണ്. അപ്വേർഡ് മൂവ്മെന്റ് ആണ് വന്നേക്കുന്നത്. അപ്വേർഡ് മൂവ്മെന്റ് നമുക്കറിയാം R = എന്താണ്? W × 1 + A/G ആണ്. ഓക്കെ സർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യുക. സെക്കൻഡ് പാർട്ട് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, വേറെ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ ടെൻഷൻ വന്നിട്ടുണ്ട് എന്നുള്ളൂ. വെയിറ്റ് ഓഫ് ദ മാൻ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട. ഇവിടെ W എന്ന് പറയുന്ന വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് ആണ്. W ഇവിടെ വന്നേക്കുന്നത് നമ്മൾ വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റ് ഓഫ് മാൻ. മാൻ്റെ വെയിറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമത്തെ ആ പ്രോബ്ലത്തിന്റെ രണ്ടാമത്തെ കേസിലാണ് നമ്മൾ വെയിറ്റ് ഓഫ് മാൻ പറഞ്ഞേക്കുന്നത്. അത് 600 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ലിഫ്റ്റിംഗ് എടുക്കുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയല്ലേ? ആ, വെയിറ്റ് ഓഫ് ദി ലിഫ്റ്റ് നേരത്തെ നമ്മൾ വെയിറ്റ് ഓഫ് ദി ലിഫ്റ്റ് എടുക്കുക, താഴേക്കായിരിക്കും വെയിറ്റ് ഓഫ് ദി ലിഫ്റ്റ് വരിക, മുകളിലേക്ക് ടെൻഷൻ വരും. ബാക്കി ലിഫ്റ്റ് ഏതിലേക്കാണ് മൂവ് ചെയ്യുന്നത്? അപ്വേർഡ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇനേഷ്യ ഫോഴ്സ് താഴേക്ക് വരും. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇതിനകത്ത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളൂ. W - T താഴേക്ക് വരുന്ന W എടുക്കുക, മുകളിലേക്ക് ടെൻഷൻ എടുക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് താഴേക്ക് വരുന്നുണ്ട്, പ്ലസ് എടുക്കാം. W - T + W/G × A. കാരണം അപ്വേർഡ് മൂവ്മെന്റ് ആകുമ്പോൾ ഇനേഷ്യ താഴേക്ക് വരും. ക്ലിയർ ആണോ? ഇവിടെ T കൂടുതലായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ T കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾക്കത് T പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നെഗറ്റീവ് എടുക്കുക. T അപ്വേർഡ്, T - W - W/G × A. അങ്ങനെ വേണമെങ്കിലും എടുക്കാം. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ റിട്ടാർഡേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ഫൈൻഡ് ദ ഫോഴ്സ്. നമുക്ക് അറിയാം ലെഫ്റ്റ് അപ്വേർഡ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ R = W × 1 + A/G ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ആക്സലറേഷൻ അല്ല പറഞ്ഞേക്കുന്നത്, റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷൻ മീൻസ് വാട്ട്? നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനകത്ത് എക്ക് പകരം മൈനസ് കൊടുക്കണം കേട്ടോ. റിട്ടാർഡേഷൻ ആണ്, -A ആണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അത് ശ്രദ്ധിച്ചോളണം. ഇക്വേഷൻ റിയാക്ഷൻ കുറയും റിട്ടാർഡേഷൻ വരുമ്പോൾ. ഓക്കെ, ആ പ്രോബ്ലം ചെയ്ത് നോക്കുക, തനിയെ ചെയ്ത് നോക്കുക. നമുക്ക് നാളെ ഒന്ന് റഫായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് തനിയെ ചെയ്യാൻ പറ്റുന്നവരെ അങ്ങനെ ചെയ്തേക്കുക. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം അല്ല ഇത്. ജസ്റ്റ് ആ ഒരു കൺസിഡറേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ഓഫ് ദ മാനിന് പകരം വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ്. ഓക്കെ, നിങ്ങളത് മെസ്സേജ് ചെയ്തേക്കുക. റോൾ നമ്പറും പേരും മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം.
ലെക്ചർ നോട്ട് സബ്മിറ്റ് ചെയ്യണം. ഈ 2 പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഈ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് പാർട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട, സെക്കൻഡ് പാർട്ട് ചെയ്തേക്കുക. സെക്കൻഡ് പാർട്ട് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. R = W × 1 + A/G ആണ് വരുന്നത് അപ്വേർഡ് മൂവ്മെന്റ് വരുമ്പോൾ. പക്ഷെ ഇവിടെ ഡീസലറേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നേക്കുന്നത്, അല്ലാതെ ഇക്വേഷൻ അല്ല. നമുക്ക് R = W × 1 + A/G തന്നെയാണ് അപ്വേർഡ് മൂവ്മെന്റിന്റെ ഇക്വേഷൻ. പക്ഷേ ഇവിടെ ഡീസലറേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് വന്നേക്കുന്നത്, നെഗറ്റീവ് എടുത്തിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സർ ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കാം. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു സെഷനാണ് ഈ ഒരു മോഡ്യൂളിനകത്ത്. ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ലിഫ്റ്റിന്റെ പ്രോബ്ലം വരാറുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ.